എല്ലാവരും ചോദിക്കുന്നതേ പ്രാവുകളുടെ ചിറക് എന്തിനാ വെട്ടണമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രാവിൻ്റെ ചിറക് എന്തിനാ വെട്ടണത്? അത് ദ്രോഹമല്ലേ? അത് ക്രൂരതയല്ലേ? നമ്മളതിനെ വേദനിപ്പിക്കുകയല്ലേ? അതിനെ വേദനിക്കൂല. പ്രാവുകളുടെ ഏറ്റവും ഭംഗിയുള്ള സാധനമാണ് ഈ ഫെദർ എന്ന് പറയുന്നത്. നോക്കിയൊക്കെ ഭയങ്കര ഭംഗിയുള്ള, അല്ലെങ്കിൽ പ്രാവ് വളർത്തുന്ന എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഫെദർ. അപ്പോൾ എന്താ പറയുക, ഈ പറവ പന്തയത്തിന് വിടുന്ന പറവകളുണ്ടല്ലോ, പന്തയത്തിന് വിടുന്ന പറവകളുടെ ചിറകൊക്കെ നല്ലപോലെ കെയർ ചെയ്തിട്ടാണ് അത് വളർത്തുന്ന ആളുകൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പ്രാവ് വെട്ടുന്നതിൻ്റെ കഥ പറഞ്ഞുതരാം. നമ്മളൊരു പുതിയ പ്രാവ് നമ്മുടെ കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളതിൻ്റെ ചിറക് വെട്ടും. ചിറക് വെട്ടുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചിറക് വെട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് വേദനിക്കൂല. അതിനെപ്പോൾ വേദനിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ചോരച്ചിറക് എന്ന് പറയും. മലയാളത്തിൽ പറയുന്നതാണ്, അതിൻ്റെ പ്രോപ്പർ വേ നമുക്കറിയില്ല. ചോരച്ചിറക് എന്ന് പറയും. നമ്മൾ വെട്ടുമ്പോഴും ഈ 2 ചിറകുണ്ടല്ലോ, ഫസ്റ്റത്തെ ഈ 2 ചിറക് ഇതൊഴിച്ചിട്ട് ബാക്കി നമ്മൾ വെട്ടുന്നത് ഇവിടെ നിന്നാണ് വെട്ടുക. അതായത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി വന്നിട്ട് ഈ 2 ചിറക് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. കുറച്ച് ചിറകുകൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് ചിറകുകൾ അടിയിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വെട്ടും. ഇതാണ് ഇതിൻ്റെ ഫ്ലൈറ്റിംഗ് ഫെദർ എന്നാണ് നമ്മൾ പറയല്. പറക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ദിശ സഹായിക്കുന്ന ഫെദറുകളാണ് ഇതാണെന്ന് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് വെട്ടും. അപ്പോൾ വെട്ടുന്ന സമയത്ത് എന്ത് കാട്ടും? അതുകൾക്ക് പറക്കാൻ പറ്റില്ല, അടിച്ചടിച്ച്, അതായത് ചെറിയ രൂപത്തിൽ അടിച്ചടിച്ച് നിൽക്കും. അപ്പോൾ എന്ത് കാട്ടും? അത് നമ്മൾ കൂട് പറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കൂട്ടിൻ്റെ ഈ ചുറ്റുവട്ടത്ത് മാത്രം പറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിന്നെ പുതിയ ചിറക് വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിറകിൽ നിന്ന് പുതിയ ചിറക് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് കാട്ടണം? ആ ചിറക് ഊരിക്കളയണം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ അതിൻ്റെ ചിറക് വെട്ടിയാണ് ഇത് കണ്ടില്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ചിറക് നിർത്തിയിട്ട് നമ്മൾ ഈ ബാക്കി ചിറക് വെച്ചു. ഈ ബാക്കി ചിറക് വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് പറന്നു പോകില്ല. നമ്മുടെ സ്ഥലമായിട്ട് ഫുള്ള് ഇണങ്ങും. സ്ഥലമായിട്ട് ഫുള്ള് ഇണങ്ങി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് കേട്ടും ഇതിൻ്റെ ഈ ചിറകുകൾ ഊരിക്കളയും എന്ന് ചോദിച്ചാൽ നമ്മളിതിന് എടുത്ത് കളയും. ഇത് കൈ കൊണ്ട് ഊരാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കടിച്ചിട്ടാണ് കളയല്. ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, ഈ തണ്ടിൽ നമ്മൾ കടിക്കും, എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ വരും. അങ്ങനെ നമ്മൾ വെട്ടിയ ചിറക് കംപ്ലീറ്റ് നമ്മൾ എന്ത് കേട്ടോ എടുത്ത് കളയും. രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് എടുത്തു കളഞ്ഞു. ഇനി എന്തായിട്ടും പറഞ്ഞാൽ അവിടെ നിന്ന് പുതിയ ചിറക് വരും. പുതിയ ചിറക് വരും എന്ന് പറഞ്ഞാൽ നല്ല പുതിയ ചിറക് വരും. പ്രാവ് വളർത്തുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ചിറകിന് ഇടങ്ങുവരുന്നുണ്ടെങ്കിൽ ആ ചിറക് ഊരിക്കളയും. പുതിയ ചിറക് വരും, എന്നാലാണ് കറക്റ്റ് പറക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് കാട്ടും? 2 സൈഡിലും പിന്നെ ചിറക് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം എന്ത് കാട്ടും? സമയം കൊണ്ട് പുതിയ ചിറകുകൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ പറക്കാൻ തുടങ്ങും. പിന്നെ പറക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥലമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ട്, അല്ലെങ്കിൽ സ്ഥലം പഴകിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കൂട് വിട്ട് പുറത്തു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് പൊതുവെ ചിറക് വെട്ടുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇതിന് വേദനിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നഖം വെട്ടുന്ന പോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില സമയത്ത് ചോരച്ചിറകുകൾ വെട്ടുന്ന സമയത്ത് ചോര വരും. അപ്പോൾ അത് നല്ലപോലെ പെയിൻഫുള്ളായിട്ട് നമുക്ക് തോന്നലുണ്ട്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നഖം വെട്ടുന്ന പോലെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കാലാകാലങ്ങളായി ആളുകൾ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇതിനെ നമ്മൾ ക്രൂരതയോ അല്ലെങ്കിൽ ഇതിൻ്റെ പറക്കലിനെ നമ്മൾ നിഷേധിക്കുകയോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കൂട് പഴകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ പിടിച്ചു വെക്കുന്ന സംവിധാനമാണ് ഇതിൻ്റെ ചിറക് നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. സ്ഥലം പഴകിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ചിറക് വളരാൻ അനുവദിക്കും, എന്നിട്ട് നമ്മൾ തുറന്നു വിടും. നിങ്ങളിവിടെ ഫാമുകളിൽ കണ്ടിട്ടില്ല, നമ്മുടെ പ്രാവുകൾ ഫുള്ള് വെളിയിലായിരിക്കും. അപ്പോൾ സ്ഥലം പഴകാൻ വേണ്ടി മാത്രം ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് പ്രാവിൻ്റെ ചിറക് വെട്ടൽ എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.